dear students. Today we are going to discuss income tax. In the previous class we discussed the basic features of Income Tax Act and the 5 heads of income. Today we are going to discuss the terms which are used frequently in the process of computation of tax. Let's start. First term is assessment year. Assessment year is the period of 12 months starting from 1st April every year and it ends on 31st March. അസസ്മെന്റ് ഇയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാമ്പത്തിക വർഷവും 1st ഏപ്രിൽ മുതൽ 31st മാർച്ച് വരെ നീളുന്ന ഒരു പീരീഡാണ്. നമുക്കറിയാം 1st ഏപ്രിൽ ടു 31st മാർച്ച് ആണ് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം. ആ സാമ്പത്തിക വർഷം തന്നെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. Assessment year is the financial year in which tax is determined and collected for the income earned in the previous year. അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ തൊട്ട് മുൻപ് സാമ്പത്തിക വർഷം ഒരു അസസി ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിനെ നമ്മൾ ടാക്സേഷൻ പർപ്പസിനായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ദ പ്രസന്റ് അസസ്മെന്റ് ഇയർ ഈസ് 2020-21. ഇപ്പോൾ നിലവിലുള്ള അസസ്മെന്റ് ഇയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020-2021. Now we are moving to the next term, that is previous year. Previous year is the financial year immediately preceding the assessment year. Assessment yearന് തൊട്ട് മുൻപേ വരുന്ന സാമ്പത്തിക വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് നമ്മൾ പറയുന്നത്. നിലവിലുള്ള അസസ്മെന്റ് ഇയർ ആയ 2020-21 അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം തൊട്ട് മുന്നേ വരുന്ന സാമ്പത്തിക വർഷം നമുക്കറിയാം ഫ്രം 2019 April 1st to 2020 March 31st. The income of the previous year is assessed during the assessment year for tax computation. സാധാരണഗതിയിൽ 2019-2020 സാമ്പത്തിക വർഷം ഒരു ഇൻഡിവിജ്വലോ ഒരു ഫേമോ ഒരു കമ്പനിയോ ജനറേറ്റ് ചെയ്ത ഇൻകത്തിനെ നമ്മൾ ടാക്സ് ചെയ്യുന്നത് 2020-2021 സാമ്പത്തിക വർഷത്തിലാണ്. But there are certain exceptions to this general law. എല്ലാ സന്ദർഭങ്ങളിലും പ്രീവിയസ് ഇയറിലെ ടാക്സ് അസസ്മെന്റ് ഇയറിൽ മാത്രമേ ടാക്സ് ചെയ്യൂ എന്നുള്ള കണ്ടീഷൻ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസ് the income of the previous year is assessed during the previous year itself. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യാറുണ്ട്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അപ്പൊ എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെ പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. Now we are moving to the conditions of this accelerated assessment. എന്തൊക്കെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് ആവശ്യമായ കണ്ടീഷൻസ് എന്ന് നോക്കാം. ഇൻകം ഓഫ് ദ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി which earned income in goods and passengers from Indian ports will be charged at the rate of 7.5% of the fare and freight collected from. This usually charged before the ship leaves the port. ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി അത് അതിൻ്റെ പാസഞ്ചേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫെയർ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഫ്രൈറ്റ് ആണെങ്കിലും അതിൻ്റെ ആകെ തുകയുടെ 7.5% ആ കപ്പൽ ഇന്ത്യൻ തുറമുഖം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. The condition is transfer of property to avoid tax. If an assessee transfer his property with an intention to avoid tax, in such cases the assessing officer can collect the tax without waiting for the assessment year. ടാക്സ് കൊടുക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി മറ്റാരുടെയെങ്കിലും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസറിന് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാം. The fourth condition is income of an association of persons or body of individual formed for a particular venture and is likely to dissolve as and when the purpose of AOP or BOI is accomplished. ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ ഒരു പ്രത്യേക വെഞ്ചറിനായിട്ട് വേണ്ടി ഫോം ചെയ്യുകയും ആ വെഞ്ചറിനെ അത് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻകം ആ
പ്രീവിയസ് ഇയറിലാണെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ എപ്പോഴാണ് ആ വെഞ്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് ചെയ്യാം. അടുത്ത അസസ്മെന്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, അതിന് തുടരുന്നില്ല എന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ ദ ഇൻകം ഏൺഡ് ഫ്രം സച്ച് ബിസിനസ് ഓർ പ്രൊഫഷൻ വിൽ ബി ടാക്സ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺഡ്. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അത് വൈൻഡിങ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂൻസിലേക്ക് പോവുകയാണെങ്കിൽ ആ വർഷം എപ്പോഴാണോ അത് ഡിസ്കണ്ടിന്യൂൻസിലേക്ക് പോകുന്നത് ആ വർഷം തന്നെയാണ് അതിൽ നിന്നുള്ള അതുവരെ ഉണ്ടാക്കിയ വരുമാനത്തിന് എന്ത് ചെയ്യുന്നത്, ടാക്സേഷൻ പർപ്പസിനേക്ക് വിനിയോഗിക്കുന്നത്. ഏത് വർഷത്തിലാണ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ആ വർഷം തന്നെ അത് ഏൺ ചെയ്ത ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടാക്സേഷൻ പർപ്പസിലേക്ക് വേണ്ടി വിനിയോഗിക്കാറുണ്ട്, അസസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആദ്യം ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി ആണെങ്കിൽ ആ ഷിപ്പ് ഇന്ത്യൻ പോർട്ട് വിടുന്നതിന് മുമ്പ് തന്നെ അത് കളക്ട് ചെയ്ത ഫ്രൈറ്റിന്റെയും ഫെയറിന്റെയും 7.5% ടാക്സ് ഈടാക്കാറുണ്ട്. പിന്നെ എന്താണ്, ഒരു വ്യക്തി ഒരു പേഴ്സൺ ഒരു അസസി ഇന്ത്യ എന്നേക്കുമായി മാറിപ്പോവുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസസ്മെന്റ് ഓഫീസറിന് അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ ആ വർഷം അയാളുടെ ടാക്സ് ഇൻകത്തിനെ ടാക്സ് ചെയ്യാവുന്നതാണ്. അടുത്ത് പറയുന്നത് എന്താണ്, ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടിയും മറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നെ ആ വർഷം ആ അസസി ഉണ്ടാക്കിയ ഇൻകത്തിന് നമുക്ക് ടാക്സ് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ഇൻകം ഓഫ് AOP ഓർ BOI, അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വെഞ്ചറിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുകയും ആ വെഞ്ചർ അക്കംപ്ലിഷ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം അതുവരെ അവർ ഏൺ ചെയ്ത ഇൻകത്തിനെ ആ വർഷം തന്നെ ടാക്സ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സാമ്പത്തിക വർഷം അതുവരെ ഉണ്ടാക്കിയ ഇൻകത്തിനെ നമുക്ക് ടാക്സ് ചെയ്യാവുന്നതാണ്. Now we are moving to the next term, that is person. Subsection 31 of section 2 indicates the person includes the following: individual, that means a natural human being, a HUF or Hindu undivided family. We know the manager of the HUF is termed as Karta and other members are known as co-partners. Then a company, a firm, an association of persons or body of individuals, any local body and artificial juridical persons. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷൻ സബ്സെക്ഷൻ 31 ഓഫ് സെക്ഷൻ 2 ആണ് പറയുന്നത്. അതിൽ പ്രകാരം പേഴ്സൺ ആരൊക്കെ ആകാം, ഇൻഡിവിജ്വൽ ആകാം, കമ്പനികളാകാം, HUF ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി ആകാം, അതും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആകാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. Dear students, now we are moving to the term assessee. Assessee is defined in subsection 7 of section 2. Assessee is a person who is liable to pay tax or any other sum of money payable under this act. അപ്പോൾ assessee എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി എന്ന്. Assessee is classified into 3 categories: ordinary assessee, deemed assessee and assessee in default. Now we are moving to the first term, that is ordinary assessee. Ordinary assessee means any person against whom some proceedings of the act is going on. അപ്പോൾ അസസി എന്ന 3 കാറ്റഗറി ഉണ്ട്. ഓർഡിനറി അസസി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നികുതി കൊടുക്കുന്ന വ്യക്തി. The next one is deemed assessee. Sometimes a person is liable to pay tax in respect of the income earned by other person. ചില പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തി ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു മൈനറിന് ഡയറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം അയാളുടെ ഗാർഡിയനാണ് അയാൾക്ക് വേണ്ടി ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി താൻ സമ്പാദിച്ച വരുമാനത്തിനല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികളുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കാറുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഡീംഡ് അസസി എന്ന് പറയാം. അപ്പൊ എക്സാമ്പിൾ മൈനറാണ്, മൈനറിനെ ഗാർഡിയനാണ് മൈനറിന് വേണ്ടി സാധാരണയായിട്ട് ടാക്സ് പേ ചെയ്യാറുള്ളത്. Then the third one is assessee in default. If an assessee does not comply with his statutory duties under IT Act is termed as
അസസി ഇൻ ഡിഫോൾട്ട്. അപ്പോൾ IT ആക്ട് പ്രകാരം ഒരു വ്യക്തി താൻ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അയാളെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അയാളെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കാം. Now we are moving to the next term, income. The term income is not clearly defined in IT Act, but it includes subsection 24 of section 2. Income Tax Act does not specify what is income, but it includes certain items. They are profits and gains of business, dividend, voluntary contributions received by a trust, capital gains, salary, perquisites, profits in lieu of salary and allowances, interest from deposit and investments, any winning from lottery, then rent from house property, etc. Now the above list is not a complete list, and for computation purpose the income is divided into 5 heads. That 5 heads are we already discussed. That is income from salary, income from house property, profits and gains of business or profession, capital gains, and income from other sources. Now we are moving to the next term, gross total income, section 80B, subsection 5. Gross total income is the aggregate income of all 5 heads. Now we are moving to the next term, the total income or taxable income, that is defined in subsection 45 of section 2. Total income is equal to gross total income minus deductions under section 80C to 80U. That's all. Hope you all are understood the topic well. We will meet in the next class. Thank you.